കാരണം സാറ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ആശ്രയിക്കാത്ത ഒരു വ്യക്തിത്വമാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഏതാവശ്യത്തിനും ഞാൻ ദൈവം കഴിഞ്ഞാൽ അടുത്തത് ഒരു ഡോക്ടറുടെ കയ്യിലായിരിക്കുന്നത്. ഡോക്ടറെ എല്ലാം അടുത്ത് ദൈവം പറയുന്നത് ദൈവം മാസ്റ്റർ. അപ്പം അങ്ങനെ ഒരു ഡോക്ടറെ ആദരിക്കാന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് സമൂഹത്തിന് വലിയ സന്തോഷമുണ്ട്. അവരെ ആദരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇത് എൻ്റെ വ്യക്തിത്വമല്ല ഞാൻ പറയുന്നത്, ഡോക്ടർ എന്നുള്ള വ്യക്തിത്വം ഞാൻ പറയുന്നത്. എൻ്റെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഏത് വേദനിക്കുന്ന നമുക്കറിയാം ഹോസ്പിറ്റലുകൾ വരുമ്പോൾ ഡോക്ടറെ കാണുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്. ദൈവം കഴിഞ്ഞാണ് ദൈവത്തിൻ്റെ ഒരു സാദൃശ്യ ഡോക്ടറെ കാണുന്നത്. ഡോക്ടർ എന്നാലും ദൈവത്തിന് ആശ്വാസം രോഗത്തിന് മാത്രമല്ല അവരുടെ എല്ലാ പ്രശ്നങ്ങളും തന്നെ രോഗി വന്നു കഴിഞ്ഞാൽ അത് രോഗമല്ല അവർ ആഗ്രഹിക്കുന്നത്. മനസ്സിലെ ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങളെല്ലാം ഇറക്കി വെക്കാൻ കാണുന്നതാണ് ഡോക്ടേഴ്സിനായിട്ട് വരുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് സമൂഹത്തിൽ ഏറ്റവും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. എല്ലാ ആവശ്യത്തിനും രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും നിർവഹിച്ചു കൊടുക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരെ ആഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നെ വിളിച്ചാൽ പ്രത്യേക സന്തോഷമില്ല. അവർക്കും അതിൻ്റെ പ്രത്യേക നന്ദിയാണ്. അതൊരു 4 കാറ്റഗറി രോഗങ്ങളുണ്ട്. വായുവിലൂടെ പകരുന്നുണ്ട്, വെള്ളത്തിലൂടെ പകരുന്നുണ്ട്, കൊതു കടിക്കുന്നവർ പകരുന്നുണ്ട്. ചില തൊഴിൽ സംബന്ധമായ രോഗങ്ങളുണ്ട്. മഴക്കാല രോഗത്തെപ്പെടുന്നുണ്ട്. മഴക്കാല രോഗങ്ങളിലെ എല്ലാം തന്നെ 90% രോഗങ്ങൾ പകരുന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗം തന്നെയാണ്. വെള്ളത്തിലൂടെ പകരുന്നത്, കൊതു കഴിച്ചുണ്ടാകുന്നു. പിന്നെ ചില തൊഴിൽ രോഗങ്ങൾ മാത്രമേ പകരാത്ത ബാക്കി എല്ലാം തന്നെ പകരുന്ന രോഗങ്ങളുണ്ട്. മഴക്കാല രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഓരോ രോഗത്തിനും ഓരോ ലക്ഷണത്തിനും പൊതുവായ ലക്ഷണം എല്ലാ രോഗത്തിനും പനിയുണ്ടാകും. പൊതുവായിട്ട് പനിയാണ്. ഇപ്പോൾ വായിൽ കൂടി പറയുന്ന രോഗത്തിന് നമ്മൾ ഇൻഫ്ലുവൻസാറില്ലാതെ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങളെപ്പോലെ മക്കൾക്ക് പെട്ടെന്നുണ്ടാകുന്ന രോഗം ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാകുന്നൊരു വൈറസ് രോഗമാണ്. അത് പനി, ജലദോഷം, മൂക്കടപ്പ്, ചുമ, തൊണ്ടവേദന, ശരീരവേദന, തലവേദന ഇതാണ് ആദ്യമായി കൂടുതലായിട്ട് കോമൺ ആയിട്ട് മഴക്കാല രോഗങ്ങൾ കാണുന്ന ചില രോഗങ്ങളുടെ പൊതുവായിട്ടുള്ളൊക്കെ ഉണ്ടാവും. ഛർദി ഉണ്ടാവും. പിന്നെ അത് ഒത്തിരി തീവ്രത കൂടുമ്പോഴാണ് മറ്റു ലക്ഷണങ്ങളിലേക്ക് കാണുന്നത്. രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് മഴക്കാല രോഗങ്ങൾ പറയുന്ന രോഗങ്ങളുണ്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് വൈറൽ സംബന്ധമായ രോഗങ്ങൾ, അതായത് വായുവിൽ പറയുന്ന രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതലെടുക്കേണ്ടത് രോഗം വരുന്നവരുമായുള്ള കോണ്ടാക്ട് ചെയ്യാനാണ്. പിന്നെ നമ്മുടെ തമ്മിൽ വ്യക്തിത്വ സൂക്ഷിക്കുന്നത്, പരിസരം ശരിയായി സൂക്ഷിക്കുക. രോഗമുള്ള ആളുകളെടുത്ത് പോകാതിരിക്കാൻ ചെറുപ്പുകളെടുത്തോ അല്ലെങ്കിൽ സംശയിച്ചൊക്കെ നമ്മൾ ഇടപെടാതിരിക്കാൻ മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചാണെങ്കിൽ കുട്ടിക്ക് രോഗം വന്നാലും നാട്ടിൽ പോകാതിരിക്കുന്നതായിരിക്കും നമ്മുടെ മനസ്സിലാക്കി പറയാറുണ്ട്. വായുവിലൂടെ പറഞ്ഞ രോഗപ്പെട്ടത് അതിലൂടെ ഈ രോഗങ്ങളെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുകയില്ല. എല്ലാ രോഗങ്ങളും ക്യൂട്ടെന്ന് പറയുന്നത് ക്രോണിക് ഫാമിലി മാറ്റുക. എല്ലാ രോഗങ്ങളും പൂർണ്ണമായി മാറ്റാൻ ശീലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചതാണ്. നമ്മുടെ നല്ല രീതിയിൽ നല്ല പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക, നമ്മുടെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക. തീർച്ചയായിട്ടും വെള്ളം നമ്മൾ അധികം കുടിക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ മറ്റ് രോഗം വന്ന് കൊടുക്കുക ശർക്കര വിഷാംശങ്ങൾ അടങ്ങിടാൻ സാധ്യത. നമ്മൾ വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് അത് ഉണ്ട്. അതിൻ്റെ പനി വരുന്നത് നിർജ്ജലീകരണം, ജലാംശം നഷ്ടപ്പെടും. അത് വയറിലൊക്കെ ഒന്നിൽ വരുന്ന രോഗങ്ങളാണ്. കുട്ടി ജലാംശം നഷ്ടപ്പെടുന്നത് ഏറ്റവും ആവശ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വെള്ളം, അത് കഞ്ഞിവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നാരങ്ങാവെള്ളം കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കുക. അങ്ങനെ വെള്ളം കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ക്ഷീണം കുറയാനും നിർജ്ജലീകരണം ശരീരം ഇല്ലാതാക്കാനും മറ്റ് വിഷാംശങ്ങളൊക്കെ നമുക്ക് കൂടെ പോകാനും കൂടുതൽ വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. കുട്ടികൾ കരുതേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? രോഗം വന്ന കുട്ടികളെ കഴിവതും വാക്സിൻ വരാതിരിക്കുക. അത് ആർക്കെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള വലിയ കുട്ടികൾ പിള്ളേർക്കെല്ലാമായാണല്ലോ അത് ഒഴിവാക്കാതെ മാറ്റിയിരുത്താൻ അവരുടെ അടുപ്പം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മാത്രം. പിന്നെ അതോ